വ്യക്തിസ്വാതന്ത്ര്യവും സമൂഹത്തിന്റെ നിയമങ്ങളും തമ്മിൽ എപ്പോഴും ഒരു വടംവലി നടക്കുന്നത് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ? എങ്കിൽ ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് 1762-ൽ ജീൻ ജാക്വിസ് റൂസോ എഴുതിയ സാമൂഹിക ഉടമ്പടി എന്ന വിപ്ലവകരമായ പുസ്തകത്തെക്കുറിച്ചാണ്. ആധുനിക രാഷ്ട്രീയ ചിന്തയുടെ അടിത്തറ ഈ പുസ്തകത്തിന്റെ ഉള്ളറകളിലേക്ക് നമുക്ക് ഒരുമിച്ച് ആഴത്തിലിറങ്ങിച്ചെല്ലാം. ഈ വരി കേൾക്കാത്തവർ ചുരുക്കമായിരിക്കും അല്ലേ? ഇതാണ് റൂസോയുടെ ഏറ്റവും പ്രശസ്തമായ വാചകം. അദ്ദേഹത്തിന്റെ മുഴുവൻ തത്വശാസ്ത്രവും ശരിക്കും ഈയൊരു വരിയിൽ അടങ്ങിയിട്ടുണ്ട്. എങ്ങനെയാണ് സ്വതന്ത്രരായി ജനിക്കുന്ന നമ്മൾ സമൂഹത്തിന്റെ പലതരം ചങ്ങലകളിൽ ബന്ധിക്കപ്പെടുന്നത്? ഈ വലിയ ചോദ്യത്തിനാണ് റൂസോ ഉത്തരം കണ്ടെത്താൻ ശ്രമിച്ചത്. അപ്പോൾ റൂസോയുടെ മുന്നിലുണ്ടായിരുന്ന പ്രധാന ചോദ്യം ഇതായിരുന്നു. ഇതൊരു പഴയ ചോദ്യമാണെന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്നും ഇത് എത്ര പ്രസക്തമാണ് അല്ലേ? നമ്മുടെ വ്യക്തിപരമായ ഇഷ്ടങ്ങളും സമൂഹത്തിന്റെ പൊതുവായ നിയമങ്ങളും തമ്മിൽ എങ്ങനെ പൊരുത്തപ്പെട്ടു പോകും? ശരി, അപ്പൊ നമുക്ക് ഈ സ്വാതന്ത്ര്യത്തിന്റെ വൈരുദ്ധ്യത്തിലേക്ക് കുറച്ചുകൂടി ആഴത്തിലൊന്ന് പോയി നോക്കാം. റൂസോ ശരിക്കും പരിഹരിക്കാൻ ശ്രമിച്ച ആ പ്രശ്നം എന്തായിരുന്നുവെന്ന് നമുക്ക് ആദ്യം മനസ്സിലാക്കാം. റൂസോ ജീവിച്ചിരുന്ന ആ 18-ാം നൂറ്റാണ്ടിലെ യൂറോപ്പ് ഒന്ന് മനസ്സിൽ കൊണ്ടുവരൂ. രാജാക്കന്മാർക്ക് ഭരിക്കാൻ ദൈവം നേരിട്ട് അധികാരം കൊടുത്തതാണെന്നാണ് വിശ്വാസം. സാധാരണക്കാർക്ക് യാതൊരു അവകാശങ്ങളുമില്ല. സമൂഹത്തിലെ ഈ ഏറ്റത്താഴ്വ് തികച്ചും സ്വാഭാവികമായ ഒന്നായിട്ടായിരുന്നു അന്ന് കണ്ടിരുന്നത്. ഈ വ്യവസ്ഥിതിയാണ് റൂസോ തന്റെ എഴുത്തിലൂടെ വളരെ ധൈര്യമായി ചോദ്യം ചെയ്തത്. അപ്പോ ഈ പ്രകൃതിയിൽ നിന്ന് ചങ്ങലകളിലേക്ക് മനുഷ്യൻ എങ്ങനെയാണെത്തിയത്? എവിടെ വെച്ചാണ് നമുക്ക് നമ്മുടെ സ്വാഭാവികമായ സ്വാതന്ത്ര്യം നഷ്ടപ്പെട്ടത്? റൂസോയുടെ കണ്ടെത്തൽ ഒരു പക്ഷേ നമ്മളെ അത്ഭുതപ്പെടുത്തിയേക്കാം. മനുഷ്യൻ സ്വാഭാവികമായി സ്വാർത്ഥനും ക്രൂരനുമൊക്കെയാണെന്നായിരുന്നു തോമസ് ഹോബ്സിനെ പോലുള്ള ചിന്തകർ വാദിച്ചത്. പക്ഷേ റൂസോ അത് സമ്മതിച്ചില്ല. അദ്ദേഹം പറഞ്ഞത് മനുഷ്യൻ അതിന്റെ പ്രകൃതമായ അവസ്ഥയിൽ വളരെ സമാധാനപ്രിയനും നിഷ്കളങ്കനുമായിരുന്നുവെന്നാണ്. അവിടെ നിയമങ്ങളോ മത്സരങ്ങളോ ഒന്നുമുണ്ടായിരുന്നില്ല. അപ്പോ എവിടെയാണ് കാര്യങ്ങൾ വഷളായത്? റൂസോയുടെ അഭിപ്രായത്തിൽ പ്രശ്നങ്ങളെല്ലാം തുടങ്ങിയത് ഇത് എന്റേതാണ് എന്ന് ആദ്യമായി ഒരാൾ പറഞ്ഞപ്പോഴാണ്. സ്വകാര്യ സ്വത്ത് എന്ന ആ ആശയം അസൂയയ്ക്കും മത്സരത്തിനും അസമത്വത്തിനുമൊക്കെ കാരണമായി. അതോടെ മനുഷ്യന്റെ സ്വാഭാവിക സ്വാതന്ത്ര്യം പോയി. അവൻ കലഹങ്ങളുടെയും യുദ്ധങ്ങളുടെയും ചങ്ങലകളിൽ അകപ്പെട്ടു. ഈ ചങ്ങലകളിൽ നിന്ന് ഒരു മോചനം വേണ്ടേ? അതിനായി റൂസോ ഒരു വിപ്ലവകരമായ പരിഹാരം മുന്നോട്ടുവച്ചു. അതാണ് സാമൂഹിക ഉടമ്പടി. എന്താണ് ഈ ആശയമെന്ന് നമുക്ക് വിശദമായിട്ട് തന്നെ പരിശോധിക്കാം. ഈ ആശയം ഒറ്റയടിക്ക് കേൾക്കുമ്പോൾ കുറച്ചൊരു കൺഫ്യൂഷൻ ഉണ്ടാകും അല്ലേ? സാരമില്ല, നമുക്കിതിനെ ലളിതമായി 3 ഘട്ടങ്ങളായിട്ട് തിരിച്ച് നോക്കാം. ഒന്നാമതായി, നമ്മളെല്ലാവരും ചേർന്ന് ഒരു സമൂഹമുണ്ടാക്കാൻ തീരുമാനിക്കുന്നു. രണ്ടാമതായി, നമ്മുടെയെല്ലാം സ്വാഭാവികമായ സ്വാതന്ത്ര്യം, അതായത് നമുക്ക് തോന്നിയതുപോലെ ചെയ്യാനുള്ള ആ അവകാശം നമ്മൾ ഈ സമൂഹത്തിന് സമർപ്പിക്കുന്നു. പകരമായി മൂന്നാമത്തെ ഘട്ടത്തിൽ ഈ സമൂഹം നമുക്ക് നിയമങ്ങൾക്കുള്ളിൽ നിന്നുകൊണ്ടുള്ള സുരക്ഷിതമായ ഒരു പൗരസ്വാതന്ത്ര്യം തിരികെ നൽകുന്നു. ഇവിടെയാണ് റൂസോയുടെ ആശയം ശരിക്കും വിപ്ലവകരമാകുന്നത്. മറ്റു ചിന്തകർ പറഞ്ഞതുപോലെ നമ്മൾ നമ്മുടെ അവകാശങ്ങൾ ഒരു രാജാവിനോ അല്ലെങ്കിൽ ഏതെങ്കിലും ഭരണാധികാരിക്കോ അല്ല കൊടുക്കുന്നത്. മറിച്ച് നമ്മൾ ഓരോരുത്തരും നമ്മുടെ അവകാശങ്ങൾ ഈ സമൂഹം മൊത്തത്തിനാണ് നൽകുന്നത്. അതായത് നിങ്ങൾക്കും എനിക്കും നമുക്കെല്ലാവർക്കും ഒരുപോലെ. ഈയൊരു കൂട്ടായ ഉടമ്പടിയിലൂടെ നമ്മളൊരു പൊതു ഇച്ഛയ്ക്ക്, അതായത് സമൂഹത്തിന്റെ പൊതുവായ നന്മയ്ക്ക് വിധേയരാകാൻ സമ്മതിക്കുകയാണ്. ഓരോ വ്യക്തിയും സമൂഹത്തിന്റെ ഭാഗമാകുന്നു, തിരിച്ച് സമൂഹം ഓരോ വ്യക്തിയെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ഇപ്പോൾ നമ്മൾ റൂസോയുടെ തത്വശാസ്ത്രത്തിന്റെ ഹൃദയഭാഗത്തേക്കാണ് കിടക്കുന്നത്. അതാണ് പൊതു ഇച്ഛ അഥവാ ജനറൽ വിൽ എന്ന ആശയം. എന്താണീ പൊതു ഇച്ഛ? പൊതു ഇച്ഛ എന്ന് കേൾക്കുമ്പോൾ നമ്മൾ പെട്ടെന്ന് ചിന്തിക്കുക ഭൂരിപക്ഷത്തിന്റെ അഭിപ്രായമെന്നായിരിക്കും. എന്നാൽ റൂസോയുടെ അഭിപ്രായത്തിൽ അതല്ല, മറിച്ച് സമൂഹത്തിലെ എല്ലാവരുടെയും പൊതുവായ നന്മയെ ലക്ഷ്യം വയ്ക്കുന്ന ഒരു കൂട്ടായ താൽപ്പര്യമാണിത്. വ്യക്തിപരമായ ലാഭങ്ങൾക്കപ്പുറം സമൂഹത്തിന് മൊത്തത്തിൽ നല്ലതെന്താണോ അതാണ് പൊതു ഇച്ഛ. ഈ ആശയം കുറച്ചുകൂടി വ്യക്തമാക്കാൻ നമുക്ക് പൊതു ഇച്ഛയുടെ ചില പ്രധാന സവിശേഷതകൾ നോക്കാം. ഒന്നാമതായി, പരമാധികാരം, അതായത് അന്തിമ അധികാരം ജനങ്ങളിലാണ്, അല്ലാതെ ഒരു രാജാവിലല്ല. രണ്ടാമതായി, ഇത് എപ്പോഴും പൊതുനന്മയെയാണ് ലക്ഷ്യം വയ്ക്കുന്നത്. മൂന്നാമതായി, ഇതിനെ വിഭജിക്കാൻ കഴിയില്ല, കാരണം അത് സമൂഹം മൊത്തത്തിൻ്റേതാണ്. അവസാനമായി, നമ്മൾ അനുസരിക്കുന്ന നിയമങ്ങൾ ഉണ്ടാകുന്നത് ഈ പൊതു ഇച്ഛയിൽ നിന്നായിരിക്കണം.
റൂസോയുടെ ആശയങ്ങൾ എത്രത്തോളം വ്യത്യസ്തമായിരുന്നുവെന്ന് ശരിക്കും മനസ്സിലാക്കാൻ ഹോബ്സ്, ലോക്ക് തുടങ്ങിയ മറ്റു ചിന്തകരുമായി ഒന്ന് താരതമ്യം ചെയ്തത് നല്ലതാണ്. നോക്കൂ, ഹോബ്സ് സുരക്ഷയ്ക്ക് പ്രാധാന്യം കൊടുത്തപ്പോൾ ലോക്ക് വ്യക്തിപരമായ അവകാശങ്ങൾക്കാണ് ഊന്നൽ നൽകിയത്. എന്നാൽ റൂസോയാകട്ടെ സ്വാതന്ത്ര്യത്തിനും സമത്വത്തിനുമാണ് ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകിയത്. അധികാരം ജനങ്ങളിലാണെന്ന അദ്ദേഹത്തിന്റെ വാദം, അതായത് ജനകീയ പരമാധികാരം, അക്കാലത്ത് വളരെ വിപ്ലവകരമായ ഒരു ചിന്തയായിരുന്നു. റൂസോയുടെ ഈ സാമൂഹിക ഉടമ്പടി ഒരു മാസ്റ്റർപീസൊക്കെ തന്നെയാണ്. പക്ഷെ അത് പൂർണ്ണമാണോ അതോ അപൂർണമാണോ? നമുക്ക് അവസാന ഭാഗത്തേക്ക് കടക്കാം. അവിടെ ഈ ആശയത്തിന്റെ നല്ല വശങ്ങളെയും അതിന്റെ വിമർശനങ്ങളെയും കുറിച്ച് ചർച്ച ചെയ്യാം. ആധുനിക ജനാധിപത്യം റൂസോയോട് ഒരുപാട് കടപ്പെട്ടിരിക്കുന്നു കേട്ടോ. ജനങ്ങളാണ് പരമാധികാരികളെന്ന ആശയം ഫ്രഞ്ച്, അമേരിക്കൻ വിപ്ലവങ്ങൾക്കുപോലും വലിയ പ്രചോദനമായി. നമ്മൾ സ്വയമുണ്ടാക്കുന്ന നിയമങ്ങൾ അനുസരിക്കുന്നതാണ് യഥാർത്ഥ സ്വാതന്ത്ര്യം എന്ന അദ്ദേഹത്തിന്റെ ചിന്ത രാഷ്ട്രീയത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ മാറ്റിമറിച്ചു. എന്നാൽ റൂസോയുടെ ആശയങ്ങളിൽ ചില അപകടങ്ങളും പതിയിരിപ്പുണ്ട്. അദ്ദേഹത്തിന്റെ ഏറ്റവും വിവാദപരമായ ഒരു വാക്യമാണിത്: പൗരന്മാർ സ്വതന്ത്രരാകാൻ നിർബന്ധിതരാകേണ്ടിവരും. ഇത് കേൾക്കുമ്പോൾ തന്നെ ഒരു വൈരുദ്ധ്യം തോന്നുന്നില്ലേ? വിമർശകർ ഈ ആശയത്തെ എങ്ങനെയാണ് കാണുന്നതെന്ന് നമുക്ക് നോക്കാം. പ്രധാന വിമർശനം ഇതാണ്: ആരാണ് ഈ പൊതു ഇച്ഛ തീരുമാനിക്കുക? പൊതുനന്മയുടെ പേരിൽ ഒരു ഭരണകൂടത്തിന് വ്യക്തികളുടെ അവകാശങ്ങളെ അടിച്ചമർത്താൻ കഴിയില്ലേ? ഇത് ഒരു ഏകാധിപത്യത്തിലേക്ക് വഴിവെക്കില്ലേ? പിന്നെ റൂസോയുടെ ഈ സിദ്ധാന്തം വലിയ രാജ്യങ്ങളിൽ എത്രത്തോളം പ്രായോഗികമാണ്? ഇതൊക്കെ വളരെ ഗൗരവമായി പരിഗണിക്കേണ്ട വിമർശനങ്ങൾ തന്നെയാണ്. എല്ലാ വിമർശനങ്ങൾക്കിടയിലും റൂസോയുടെ പ്രധാന ആശയം ഈ ഒരു ഉദ്ധരണിയിൽ വളരെ വ്യക്തമാണ്: നിയമങ്ങൾക്ക് വിധേയരായ ജനങ്ങൾ തന്നെയായിരിക്കണം അതിന്റെ കർത്താക്കൾ. ജനകീയ പരമാധികാരത്തിലുള്ള അദ്ദേഹത്തിന്റെ അടിയുറച്ച വിശ്വാസമാണ് ഇവിടെ തെളിഞ്ഞു കാണുന്നത്. അധികാരം ജനങ്ങളിൽ നിന്നു വരണം, ജനങ്ങൾക്ക് വേണ്ടിയായിരിക്കണം. റൂസോയുടെ ഈ ആശയങ്ങളൊക്കെ നൂറ്റാണ്ടുകൾക്ക് മുൻപുള്ളതാണെങ്കിലും നമുക്ക് നമ്മളോട് തന്നെ ഒരു ചോദ്യം ചോദിക്കാം: നമ്മുടെ ഇന്നത്തെ സമൂഹങ്ങൾ, നമ്മുടെ ഭരണകൂടങ്ങൾ എടുക്കുന്ന തീരുമാനങ്ങൾ ശരിക്കും പൊതു ഇച്ഛയെ, അതായത് എല്ലാവരുടെയും പൊതുവായ നന്മയെ പ്രതിഫലിപ്പിക്കുന്നുണ്ടോ? ഇതൊരു വലിയ ചോദ്യമാണല്ലേ. ഇതിന്റെ ഉത്തരം നമ്മൾ ഓരോരുത്തരും കണ്ടെത്തേണ്ടിയിരിക്കുന്നു.